വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഇവർക്ക് ഇന്ന് പോവാണല്ലേ പണി. അങ്ങനെയൊന്നുമില്ല. സ്കൂൾ തുറക്കുള്ളൂ. സ്കൂൾ തുറന്നാൽ പിന്നെ സ്വാമി ശരണം പോലെ വീട്ടിൽ തന്നെ കേട്ടോ ശരണം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ചെറുതായിട്ടൊരു ക്രീമും ലിപ്സ്റ്റിക്കും ഇട്ടിക്കണം. ഇനി വെയിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഇതിട്ടുമല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഇടട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ബാഗ്. ഇതിൽ ഫുള്ള് മേക്കപ്പ് സാധനങ്ങളും നല്ല കുറേ ക്രീമുണ്ട്, സ്ലൈഡും വളയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതാക്കണം. ഞാനിടുന്ന സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചിടാം. വെയിലൊന്നും ഉണ്ടാവില്ല, വെയിലൊക്കെ കഴിഞ്ഞിരിക്കണം. ഏകദേശം ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. എന്നാലും ഒന്നിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇട്ടിട്ടോ കുറച്ച് നെക്കി പീച്ചെടുക്കണം കേട്ടോ. നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിച്ചോളെ, അതാണ് പരിഭവം. എന്നാലും എടുക്കണ്ടേ കുറച്ച്. എല്ലാവരും എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെയ്യല്. അതിനുള്ള ഷോക്കും ഉണ്ടാവും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഹിമാലയൻ്റെയും പിന്നെ സോഫ്റ്റിൻ്റെയും അങ്ങനെ കറക്റ്റ് ബ്രാൻഡൊന്നുമില്ല. അങ്ങനെ അധികം ഇങ്ങനെ തന്നെ ഉണ്ടോ. നിവ്വേ ഹിമാലയ അങ്ങനെയൊക്കെ യൂസ് ആക്കല് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പർച്ചേസിന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാക്കണ അമ്മ വീട് പൂട്ടി വരുന്നുള്ളൂ. അതിന് ഇതാക്കണ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ. ഇന്ന് ഞങ്ങൾ ബസ്സിന് പോകാനാണ് കരുതിയിരിക്കുന്നത്. ഇനി ഓട്ടോ കിട്ടും അറിയില്ല. മഞ്ചേരി ഓട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവും, അല്ലെങ്കിൽ ബസ്സിന് തന്നെ പോവും. പിന്നെ ഞാൻ ബസ്സിന് പോകാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബസ് തന്നെ കിട്ടിട്ടോ. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ്സിന് കിട്ടി. പിന്നെ ഇത് ഞങ്ങൾ ഫസ്റ്റ് പോയത് അജ്മൽ ബിസ്മിക്കാട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓഫറൊക്കെ ഉണ്ടാവും കരുതാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഇല്ല, കുറച്ചൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് നോട്ട് ബുക്ക് മാത്രം വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം രാത്രി ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ഓട്ടവും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പിന്നെ കുറച്ച് ഏകദേശം എത്താനായപ്പോൾ ബഡ്ജറ്റൊക്കെ പിന്നെ പോയത്. അപ്പോൾ ഓട്ടോ കിട്ടി അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം. പിന്നെ ഇത് ഞങ്ങൾ ബഡ്ജറ്റ് കയറി എന്താ പറയുക, ഇവല് സ്ക്രോളറൊക്കെ എടുത്തുകൊണ്ട് ഓല് ഉന്തിക്കാറ്റിലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇതാണ് ഇപ്പോൾ അവിടെ ഈ ജൂവില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിമ്മി ഇങ്ങനെ ഓല് സ്റ്റിക്കറൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടിക്കാണ്ട് പോയപ്പോൾ. സ്കൂളിൻ്റെ ഒരു ലോകം എന്ന് പറയാം. സ്കൂൾക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഓഫറിലാണ് ഓല് ചെയ്യേണ്ടത്.